ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണക്കടൽ കപ്പൽ പാതകളിലൊന്നായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമോ? ആഗോള എണ്ണ വിപണി ഉറ്റുനോക്കുന്ന ആ ചോദ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്. ഒരു മാസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട വരുമാനവും പങ്കുവയ്ക്കുന്നതിൽ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലെത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ് ഇത് സംബന്ധിച്ച നിർണായകമായ വിവരം പുറത്തുവിട്ടത്. ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ഈ നിർണായകമായ സമുദ്രപാതയിലെ സുരക്ഷയും കപ്പൽ ഗതാഗതവും പുനഃസ്ഥാപിക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടിയാണ് സജീവമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും അമേരിക്ക ഇറാൻ തർക്കങ്ങളും രൂക്ഷമായതോടെ ഹോർമുസിലൂടെയുള്ള ചരക്ക് കപ്പൽ നീക്കം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇതോടെ ഗൾഫിൽ നിന്നുള്ള എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കയും ആഗോള വിപണിയിൽ എണ്ണവിലയിലെ ചാഞ്ചാട്ടവും ശക്തമായി. എന്നാൽ ഇപ്പോൾ സുരക്ഷിതമായ ഒരു താൽക്കാലിക ഷിപ്പിംഗ് കോറിഡോർ തുറക്കാനുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയാണ് ഇറാനും ഒമാനും. സംയുക്തമായി ഒരു സുരക്ഷിത കപ്പൽപാത ഒരുക്കുന്നതും കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ മൈൻ ക്ലിയറിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ് പരിഗണനയിലുള്ളത്. ഈ നീക്കത്തിന് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലും ശക്തമായ പിന്തുണയും ലഭിക്കുന്നു. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും നടത്തിയ കൂടിക്കാഴ്ച ഈ പ്രതിസന്ധി പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കി. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പൂർണ്ണമായി അവസാനിച്ചിട്ടുമില്ല. ജൂണിലെ ധാരണാപത്രം തകർന്നതും പിന്നീട് ഉപരോധങ്ങൾ കടുപ്പിച്ചതുമാണ് മേഖലയിലെ സ്ഥിതി വീണ്ടും സങ്കീർണമാക്കിയത്. എന്നാൽ ഹോർമുസിൽ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എണ്ണ വിപണിയിലായിരിക്കും. ഗൾഫിൽ നിന്നും ക്രൂഡ് ഓയിൽ കയറ്റിയുള്ള കപ്പലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ആഗോള വിപണിയിലെ എണ്ണ വിതരണ ആശങ്ക കുറയും. ഇത് ക്രൂഡ് ഓയിൽ വില താഴാനുള്ള വഴിയൊരുക്കും. എണ്ണവില താഴുമ്പോൾ ഇന്ത്യ പോലുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. ഇന്ധന ചെലവ് കുറയുന്നതോടെ പണപ്പെരുപ്പം സമ്മർദ്ദം കുറയ്ക്കാനുള്ള സാധ്യതയും ഒരു ഭാഗത്ത്. പക്ഷേ ഹോർമുസിന്റെ സുരക്ഷിതത്വം എന്നത് എണ്ണയുടെ കാര്യം മാത്രമല്ല, ലോക വ്യാപാരത്തിന്റെയും ഊർജ്ജ സുരക്ഷയുടെയും പശ്ചിമേഷ്യൻ സമാധാനത്തിന്റെയും ഭാവി കൂടിയാണ് ഈ ഇടുങ്ങിയ കടലിടുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇറാനും ഒമാനും തമ്മിലുള്ള ഈ ധാരണ യാഥാർത്ഥ്യമാകുമോ? ഹോർമുസ് വീണ്ടും സുരക്ഷിതമായ കടൽപാതയായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതോ അമേരിക്ക ഇറാൻ സംഘർഷം വീണ്ടും ഈ നീക്കങ്ങളെ തകർക്കുമോ? വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനുള്ള ഉത്തരവും ലഭിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.